ഹായ് ഡിയേഴ്സ്, എന്തായാലും വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മൾ BPCC 112 ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത എക്സാം തേർഡ് ഇയറിൻ്റെ ഫസ്റ്റ് എക്സാം വരുന്നത് BPCC 112 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ക്രാഷ് കോഴ്സിലോട്ടാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നാണ് നമ്മുടെ BPCC 112 എന്നുള്ളതിൻ്റെ കോഴ്സ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ എങ്ങനെയാണ് ആളുകൾ ഒരു വർക്ക് പ്ലേസിൽ ബിഹേവ് ചെയ്യുന്നത്, ആസ് ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ടീമായിട്ട് അല്ലെങ്കിൽ എൻ്റയർ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഓരോ വ്യക്തികളും പെരുമാറുന്നത്. ഈ കോഴ്സ് നമ്മൾ 4 ബ്ലോക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ബ്ലോക്കിലും എന്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്? ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ബിഹേവിയർ ആണ് ഓർഗനൈസേഷനിൽ. അതായത് ഒരു ജോലി സ്ഥലത്തുള്ള നമ്മളുടെ സ്വഭാവത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 ബ്ലോക്ക് ആക്കിയിട്ടാണ് ഈ ബുക്കിൽ നമുക്ക്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഓരോ വ്യക്തികളും പെരുമാറുന്നത് എന്നുള്ള രൂപത്തിനെ കുറിച്ചിട്ട് നമുക്ക് സൈക്കോളജി പറഞ്ഞു തരുന്നത്. തേർഡ് ഇയറിലോട്ട് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇൻട്രസ്റ്റിംഗ് സൈക്കോളജി കോഴ്സുകളും സബ്ജക്റ്റുകളും അതുപോലെ തന്നെ യൂണിറ്റുകളൊക്കെ വരുന്നത് അല്ലേ? നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യാനും നമ്മൾ തേർഡ് ഇയർ ഒരു അടിപൊളി കോഴ്സാണ് അല്ലേ? അപ്പോൾ നമുക്ക് എക്സാം നമുക്ക് അടിപൊളിയൊക്കെ എഴുതണ്ടേ? അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക, അടിപൊളിയായിട്ട് എഴുതാനും പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ബ്ലോക്ക് 1 പറയുന്നത്? ഓർഗനൈസേഷണൽ ബിഹേവിയറിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന രൂപത്തിലാണ് ബ്ലോക്ക് 1 പറയുന്നത്. ഈ ബ്ലോക്ക് നമുക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് തരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ കാലം പോകുന്നവരെ എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്, പുതിയ പുതിയ ട്രെൻഡുകൾ എങ്ങനെയാണ് വേൾഡ് വർക്കിൽ വരുന്നത്, എന്ത് ചലഞ്ചസ് ആണ് ഇവർ ഫേസ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി ഇന്ത്യയിലുള്ള റിസർച്ചുകളെ കുറിച്ചിട്ട്, ഹിസ്റ്ററി ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ നമുക്ക് OB എന്ന് വിളിക്കാം കേട്ടോ. പിന്നെന്താണ് സൈക്കോളജി ആൻഡ് സോഷ്യോളജി ഇൻ OB, ഇഷ്യൂസ് ലൈക്ക് എംപ്ലോയി ബേൺ ഔട്ട്, ഫ്ലെക്സിബിൾ വർക്ക്, ഡൈവേഴ്സിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബ്ലോക്ക് 1 പഠിക്കും. ബ്ലോക്ക് 2 കിടക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ലെവൽ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും, ഓരോ ഇൻഡിവിജ്വൽസും വർക്ക് പ്ലേസിൽ എടുക്കുന്ന ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഇതാണ് ബ്ലോക്ക് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ, എങ്ങനെയാണ് ഒരു ആൾ ജോലി സ്ഥലത്ത് ഹാപ്പി ആവുന്നത് എന്നുള്ളത് പഠിക്കും. പിന്നെന്താണ് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെൻറ്റ്, എങ്ങനെയാണ് ഒരു ലോയൽ കണക്ട്, എംപ്ലോയിയും കമ്പനിയും തമ്മിൽ എങ്ങനെയാണ് ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്. പിന്നെ എന്താണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ, എങ്ങനെയാണ് ഒരു എംപ്ലോയീസും അവരുടെ ജോബ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയുടെ മറ്റ് കമ്പനികളുമായിട്ടുള്ള ബിയോണ്ട് അവരുടെ അതിനെക്കുറിച്ചിട്ട് പഠിക്കും. പിന്നെ വർക്കിൻ്റെ വാല്യൂയെക്കുറിച്ച് പഠിക്കും, ഇൻസ്ട്രുമെൻ്റൽ വാല്യൂ, ടെർമിനൽ വാല്യൂ, അതായത് ഹോണസ്റ്റി, ഡിസിപ്ലിന്, സക്സസ്, ഗോൾസ്, ഹാപ്പിനെസ്, ഇതൊക്കെ എങ്ങനെ വരുന്നത് അതിനെക്കുറിച്ച് പഠിക്കും. അത് നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും? മോട്ടിവേഷൻ തരും, ഡെഫിനിഷൻസും സ്റ്റെപ്സും മോട്ടിവേഷൻ തിയറീസും വർക്ക് സ്ട്രെസ്സും വെൽബീനും, എങ്ങനെ അത് കുറക്കാം, എങ്ങനെ അത് ഇതാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് 2 നമ്മൾ പഠിക്കും. ബ്ലോക്ക് 3 വരുമ്പം ഇൻ്റർപേഴ്സണൽ ലെവൽ പ്രോസസ്സാണ് പഠിക്കാൻ പോണത്. അതെന്താണ്, എങ്ങനെയാണ് ഓരോരുത്തരും പരസ്പരം വർക്ക് പ്ലേസിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ, അതെന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഐഡിയ ഷെയർ ചെയ്യുന്നത്, എന്താണ് പവർ ആൻഡ് പൊളിറ്റിക്സ്, എങ്ങനെയാണ് പവർ ഓർഗനൈസേഷനിൽ വർക്കാവുന്നത്, എങ്ങനെയാണ് ആളുകൾ ഓഫീസിൽ പൊളിറ്റിക്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ലീഡർഷിപ്പ് എന്താണ്, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറെൻറ്റ് സ്റ്റൈൽ ആൻഡ് തിയറി ഓഫ് ലീഡർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് 3. ബ്ലോക്ക് 4 ആൻഡ് ലാസ്റ്റ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ ഓർഗനൈസേഷൻ ലെവൽ പ്രോസസ്സാണ് പഠിക്കുക. നമ്മൾ ഫൈനൽ ബ്ലോക്ക് എന്താ പറയുന്നത്, ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, എല്ലാമായിട്ട് ഓർഗനൈസേഷനിലെ കൾച്ചർ, വാല്യൂ, നോംസ്, പ്രാക്ടീസ്, ഗൂഗിൾ എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി, ഫ്രീഡം ഉണ്ടാക്കുന്നത്, ഓർഗനൈസേഷനിൽ വരുന്ന മാറ്റങ്ങൾ, എങ്ങനെയാണ് ഒരു കമ്പനി മാറ്റങ്ങളെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡിഫിക്കൽട്ട് ആവുന്നത് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ ഓർഗനൈസേഷൻ എങ്ങനെ ഡെവലപ്ഡ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും എഫേർട്ടും ഓർഗനൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, ഇമ്പ്രൂവിൻ്റെ ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി, ടീം വർക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത്, എന്താണ് പോസിറ്റീവ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഹെൽത്തി വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെ ഫോക്കസ് ചെയ്യാം, എങ്ങനെയാണ് ഒരു ഒപ്റ്റിമിസം, റിസലേഷൻ നെറ്റ്വർക്കൊക്കെ എൻകറേജ് ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെ 4th ബ്ലോക്കിലും പഠിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ കോഴ്സ് മുഴുവൻ പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെ ഒരു
വർക്ക് സ്ഥലത്ത് ബിഹേവ് ചെയ്യാം. ഇൻഡിവിജ്വലി ആയിട്ടും ടീമായിട്ടും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാം എന്നുള്ളത് BPCC 112 നമുക്ക് അറിയാൻ പറ്റും. ആർ യു റെഡി? നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിലോട്ട് കിടക്കാം അല്ലേ. നമുക്ക് ആദ്യം ഓരോ യൂണിറ്റും നോക്കാം. അപ്പം ക്രാഷ് കോഴ്സാണ്. ആദ്യം തന്നെ പറയട്ടെ, ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ കോഴ്സിൽ ചേരാം കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സാമിന് അല്ലെങ്കിൽ അടുത്ത എക്സാമിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ കോഴ്സിൽ തന്നെ ചേരുക. ക്രാഷ് കോഴ്സ് കൊണ്ട് നമുക്ക് എക്സാമിന് ജസ്റ്റ് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് മാത്രം മലയാളത്തിൽ കവർ ചെയ്ത് തരികയാണ്. അപ്പം മെയിൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ നമ്മുടെ സ്ക്രീനിലും കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് സെൽറ്റ് എഡ്യു ഹബ് എന്നാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് യൂണിറ്റിലോട്ട് കിടക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത്? ഓർഗനൈസേഷണൽ ബിഹേവിയർ അഥവാ OBയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ബിഹേവ് അറ്റ് വർക്ക്. ദിസ് ഇൻക്ലൂഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ഫോർമൽ സിസ്റ്റം ആൻഡ് ഇൻഫോർമൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആളുകൾ വർക്ക് പ്ലേസിൽ ബിഹേവ് ചെയ്യുന്നു എന്നാണ്. അതിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കും? ഫോർമൽ സിസ്റ്റം മനസ്സിലാക്കും, ഇൻഫോർമൽ ബിഹേവിയറും മനസ്സിലാക്കും. ഫോർമൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനികളുടെ സ്ട്രക്ചർ, റൂൾസ്. ഇൻഫോർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ എംപ്ലോയീസുമായിട്ടുള്ള സപ്പോർട്ട്, ഇതൊക്കെ ഇൻഫോർമൽ ബിഹേവിയറാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാണ്ട് കേട്ടോ. മാനേജേഴ്സ് എന്ത് മനസ്സിലാക്കണം? എങ്ങനെയാണ് ഒരു എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് ആളുകളെ കൊണ്ട് ബെറ്ററായിട്ട് പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ള മാനേജേഴ്സ് പഠിക്കണം. ഇപ്പോൾ ഒരു കമ്പനി എൻകറേജ് ചെയ്യുകയാണ്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അവർക്ക് എന്ത് ഓഫർ കൊടുക്കണം? സപ്പോർട്ട്, എംപ്ലോയി ഫീൽ സേഫ് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കണം, റെസ്പെക്റ്റ് കൊടുക്കണം. മോറോവർ നമ്മൾ എന്ത് കൊടുക്കണം? അവർക്ക് ആ ഒരു ജോബിൽ സ്റ്റേ ചെയ്യാനുള്ളൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇനി എന്താണ് OB ആണ് നമ്മൾ പറയുന്നത് പറഞ്ഞു, ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഫീൽഡ് എന്താണ്? OB ഫോക്കസസ് ഓൺ ദി ഫോർമുല ബിഹേവിയർ ഇസ് ഈക്വൽ ടു FPE, F×P&E. അതായത് F എന്ന് പറഞ്ഞാൽ, P എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ട്രൈറ്റ്. നമ്മൾ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ട്രൈറ്റുകൾ, നമ്മുടേതായിട്ടുള്ള സ്കില്ലുണ്ടാവും, നമ്മുടേതായിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസുകളും പേഴ്സണാലിറ്റിയും ഒക്കെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളത്. അതാണ് P എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. E എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാട്, നമ്മളെങ്ങനെയാണ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ, നമ്മുടെ കമ്പനിയുടെ കൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻവയോൺമെൻറ്റ്. നമ്മൾ ആ ജോലി ചെയ്യുന്ന വർക്ക് സ്ഥലത്തെ എൻവയോൺമെൻറ്റും നമ്മുടെ പേഴ്സണാലിറ്റിയും കൂടിയതാണ് എന്ത് എന്ന് പറയുന്നത്? OB എന്ന് പറയുന്നത്, ബിഹേവിയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ ഇപ്പോൾ ഒരു സ്കില്ലഡ് വർക്കഡ് ഹെൽത്തി വർക്ക് പ്ലേസ് ഈസ് ലൈക്ക് ടു സക്സീഡ്. ഒരു സ്കില്ലായിട്ടുള്ള വർക്കറാണ് നല്ല ഹെൽത്തി ആയിട്ട് വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്ക് സക്സീഡ് ആവണം. സെയിം ടൈം പേഴ്സണ് ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ മോട്ടിവേഷൻ നഷ്ടപ്പെടാനും സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി OBയുടെ ഡെഫിനിഷൻ എന്താണ്? OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻഡിവിജ്വലിനെ കുറിച്ച് മാത്രമാണോ? അല്ല. പിന്നെ എന്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ആവും? ഗ്രൂപ്പ് ഉണ്ട്, ഓർഗനൈസേഷനെ കുറിച്ചിട്ടൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ടീമിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്, കോപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, അതാണ് ഗ്രൂപ്പിൻ്റെ ഓർഗനൈസേഷണൽ ബിഹേവിയറിന് ഹൗ ടീം ഇൻട്രാക്ട്, കോപ്പറേറ്റ് ഓർ ഹാവ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം അല്ലേ. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലിൻ്റെ മാത്രമല്ല, പിന്നെ എന്താണ് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ സ്ട്രാറ്റജി, സ്ട്രക്ചർ, ചേഞ്ച്, അതൊക്കെ ഇൻക്ലൂഡാണ്. അതുകൊണ്ട് തന്നെ OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിനോട് സെയിം അല്ല. പിന്നെന്താണ്? അത് ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ്. നമ്മൾ പഠിക്കേണ്ട റിസർച്ചിനെ കുറിച്ചും ജനങ്ങളെ ആൻഡ് ഓർഗനൈസേഷനൊക്കെ മനസ്സിലാക്കാൻ റിസർച്ച് ചെയ്യാനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി OBയെ കുറിച്ച് പറയുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ്. പഫ് 1971 പറഞ്ഞാണ് OB is the study of how organizations are built, how they work and how people behave within them, both as individual and in group. അതായത് ഇപ്പോൾ ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ ഒരു സ്കൂളിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്നുള്ളതും കൂടെ അറിയണം. ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയുമ്പോൾ ആ ഒരു സ്കൂളിലെ ക്ലാസ് റൂം സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതും കൂടെ നമ്മൾ അറിയണം.
ഗ്രീൻബർഗ് ആൻഡ് ബാരോൺ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് OB is the study of behavior in organization by carefully observing and researching how individuals, groups and organization act. OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഠനമാണ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധാപൂർവം ഒബ്സർവ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ്, ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കലാണ്. വൈ സം ടീം വർക്ക് വെൽ ആൻഡ് അതേഴ്സ്, ചില ടീം എങ്ങനെയാണ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത്, ചില ടീം എങ്ങനെയാണ് വർക്ക് ചെയ്യാത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിനെയാണ് ഗ്രീൻബർഗ് ആൻഡ് ബാരോൺ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ. പിന്നെ റോബിൻസ്, ജഡ്ജ് ആൻഡ് സംഗി 2009 പറഞ്ഞത് എന്താണ്? OB എന്ന് പറഞ്ഞത് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹൗ പീപ്പിൾ, ടീംസ് ആൻഡ് സ്ട്രക്ചർ എഫക്റ്റ് ബിഹേവിയർ അറ്റ് വർക്ക് വിത്ത് ദ ഗോൾ ഓഫ് യൂസിങ് ദിസ് നോളേജ് ടു ഇംപ്രൂവ് ഹൗ വെൽ ദ ഓർഗനൈസേഷൻ വർക്ക്. OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാളുകൾ അല്ലെങ്കിൽ ഒരു ടീം, ഒരു സ്ട്രക്ചർ ഒരാളുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത് വർക്ക് പ്ലേസിൽ, എന്തിൻ്റെ ലക്ഷ്യം കൊണ്ട് ആ നോളേജ് അറിയണമെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്ട്രാറ്റജി, എംപ്ലോയിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ സ്ട്രാറ്റജിയൊക്കെ ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 3 പാർട്സ് ആക്കിയിട്ട് വേർതിരിച്ചിട്ട് മനസ്സിലാക്കാം എന്താണ് ശരിക്കും OB എന്ന് പറഞ്ഞത്. ആദ്യം നമുക്കൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്നുള്ള രൂപത്തിൽ നോക്കാം. OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് പ്രോപ്പർ മെത്തേഡ് ടു ഒബ്സർവ്, അണ്ടർസ്റ്റാൻഡ്, പ്രെഡിക്റ്റ് ആൻഡ് സംടൈംസ് കൺട്രോൾ ബിഹേവിയർ ഇൻ ദ വർക്ക് പ്ലേസ്. OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സയൻറ്റിഫിക് റിസർച്ചാണ്. അത് പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് കൂടെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി പ്രെഡിക്റ്റ് ചെയ്ത് ചിലപ്പോൾ ചില ബിഹേവിയറിൽ കൺട്രോളൊക്കെ വെച്ച് വർക്ക് പ്ലേസിൽ എന്നിട്ട് വേണം ഇത് പഠിക്കാൻ. അങ്ങനെ OB ഫോളോ ചെയ്യുന്ന 4 സയൻറ്റിഫിക് വാല്യൂകളുണ്ട്. ഒന്ന് അക്യൂരസി. അക്യൂരസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻസ് ആയിരിക്കണം കിട്ടേണ്ടത്. ഇപ്പോൾ ഒരാൾ അൺഹാപ്പി ആണെന്നുള്ളതിന് കാരണം ഗസ് ചെയ്യാതെ എന്താണ് നമ്മൾ നോക്കുക, എന്തുകൊണ്ടാണ് അവരുടെ ഫീഡ്ബാക്ക് സ്കോർ കുറേ, ആ ഒരു വി ലുക്ക് അറ്റ് ദെയർ ജോബ് ഫീഡ്ബാക്ക് സ്കോർ, ജോബിൻ്റെ ഫീഡ്ബാക്കിനെ കുറിച്ച് നോക്കിയിട്ട് അവരെന്തുകൊണ്ടാണ് ഹാപ്പി എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലാതെ ഗസ് ചെയ്യാതിരിക്കുക. അതാണ് അക്യൂരസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, ഒബ്ജക്റ്റിവിറ്റി വേണം. നമുക്കൊരാളോട് ഫേവറിസം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇടയിൽ 3-4 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരു വർക്കറിനോട് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ അവരോട് ഫേവറിസം കാണിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു മാനേജർക്ക് എല്ലാ സ്റ്റാഫും ഈക്വലി ആയിരിക്കണം, അല്ലാതെ അവരെ ഫ്രണ്ട്സ് മാത്രം മുന്തി കാണിക്കുക, അങ്ങനത്തെ ഒരു ഇതുണ്ടാവരുത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിവിറ്റി വേണം. പിന്നെന്താണ്, സ്കെപ്റ്റിസിസം വേണം. അതായത് എല്ലാതും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇത് വേണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഒരാളെയും അസ്യൂം ചെയ്യാൻ പാടില്ല. വർക്കിംഗ് ഹവേഴ്സ് മീൻസ് മോർ പ്രൊഡക്ടിവിറ്റി. ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടും, അങ്ങനെയൊന്നും അസ്യൂം ചെയ്യാൻ പാടില്ല. എന്താണ്, ശരിക്കും നമുക്ക് ഒന്ന് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. പിന്നെന്താണ്, ഓപ്പൺ മൈൻഡ്ലെസ് വേണം. പുതിയ ഐഡിയ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം. ഒരു എവിഡൻസോട് കൂടെ ഒരാൾ പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് വേണം. അപ്പോൾ OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OB തിയറീസ് ആർ ഡിസ്ക്രിപ്റ്റീവ് നോട്ട് പെർസ്പെക്റ്റീവ് അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതായത് OB നമ്മളെ മനസ്സിലാക്കി തരുന്ന എന്താണ് സംഭവിക്കുന്നത്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് സേ വാട്ട് ഷുഡ് ഹാപ്പൺ. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായിരുന്നു, പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരൂല. ഇപ്പോൾ OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില വർക്കേഴ്സിന് ബെറ്റർ ഇൻ ടീംസ്, ബട്ട് ഇൻ ഡസൻ സേ ദാറ്റ് എവരി വൺ മസ്റ്റ് വർക്ക് ഇൻ ടീം. എല്ലാവർക്കും ചില ഓർഗനൈസേഷണൽ ബിഹേവിയർ നമുക്ക് പറഞ്ഞു തന്നെ ചില എംപ്ലോയീസ് ടീമിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ എന്താണ് അതിന് അർത്ഥം, എല്ലാവരും ആ ഒരു ടീമിലാണ് എന്നതല്ല ഇതിനർത്ഥം. ക്ലിയർ ആണോ? ഇനി അനലൈസ് ചെയ്യുന്നതിൻ്റെ 3 ലെവൽസ് ഓഫ് അനലൈസ്, ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻ. OB ലുക്സ് അറ്റ് ബിഹേവിയർ അറ്റ് 3 ലെവൽസ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ നോക്കുന്നത് ബിഹേവിയറിനെ 3 ലെവലുകളായിട്ടാണ്. ലെവൽ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ, അതായത് ഒരു വ്യക്തിയുടെ അതിൽ വാല്യൂ ഉണ്ട്, ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആ വ്യക്തിയുടെ വിശ്വാസം, അതിൻ്റെ ഇൻ്റലിജൻസ്, മോട്ടിവേഷൻ. ഇപ്പോൾ ഒരു ഹോണസ്റ്റി വാല്യൂ ഉള്ള ആളാണെങ്കിൽ ദേ വിൽ അവോയ്ഡ് അൺഎത്തിക്കൽ ബിഹേവിയർ അറ്റ് വർക്ക്. എത്തിക്സ് ഇല്ലാത്ത അൺഎത്തിക്കലായിട്ടുള്ള ഒരു വർക്ക് ആളവിടെ ചെയ്യൂല. ആൾ ഹോണസ്റ്റിക്ക് വാല്യൂ കൊടുക്കുന്ന ആളാണെങ്കിൽ.
അപ്പം ഓരോ ഇൻഡിവിജ്വലിൻ്റെയും വാല്യൂം ആറ്റിറ്റ്യൂഡും ബിലീഫും ഇൻ്റലിജൻസും മോട്ടിവേഷനും എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ ഒരു ലെവലാണ്. ലെവൽ 2 എന്ന് പറയുമ്പോൾ ഗ്രൂപ്പാണ്. അതായത് ഒരു 2-3 ഇൻഡിവിജ്വലുകൾ കൂടിയതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ ആൻഡ് ഇൻ്റർപേഴ്സണൽ ബിഹേവിയർ ഫോക്കസ് ചെയ്യണം. പിന്നെ എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക് ഫോക്കസ് ചെയ്യണം, ലീഡർഷിപ്പും ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് വിത്ത് ഒരു ഗുഡ് ലീഡർ ആണെങ്കിൽ അവർക്ക് നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ വർക്ക് അടിപൊളിയായിരിക്കും. ഇനി ലെവൽ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ശരിയാണോ, അവിടുത്തെ കൾച്ചർ ശരിയാണോ, ഹോൾ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ നല്ല ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനൊക്കെ എൻകറേജ് ചെയ്യുന്ന കമ്പനി ആയിരിക്കും. അപ്പോൾ ഈ 3 ലെവൽസും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫുള്ളി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഇൻഡിവിജ്വലിൻ്റെയും ടീം ആ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്ന ടീമിനെയും അതിൻ്റെ കൂടെ ആ ടീം വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെയും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റഡി ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇപ്പോൾ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ലെവൽ, അതായത് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. പിന്നെ ഗ്രൂപ്പ് ലെവൽ മനസ്സിലാക്കുക. ആ ടീംമേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന ആ സപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ കമ്പനിയുടെ പോളിസിയും ആ ഒരു എൻവോൺമെൻറ്റും മനസ്സിലാക്കുക. അപ്പോഴേ നമുക്ക് ഒരു വ്യക്തിയുടെ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കിട്ടുള്ളൂ. ക്ലിയർ ആണോ? ഇനി ബേസിക് ആൻഡ് അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയററ്റിക്കലും റിസർച്ച് ബേസ്ഡും ആയിരിക്കും. അത് നമുക്ക് എങ്ങനെയാണോ ഓരോ വ്യക്തികളും വർക്ക് സ്ഥലത്ത് ബിഹേവ് ചെയ്യുന്നതെന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് തരും. പിന്നെ എന്താണ് അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം. അതായത് ആ നോളേജ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തി വർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതും ഓർഗനൈസേഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ഇപ്പോൾ റിസർച്ചർ ഷോ ദാറ്റ് അപ്രിസിയേഷൻ ബൂസ്റ്റേഴ്സ് മോറൽ, എ മാനേജർ മൈറ്റ് സ്റ്റാർട്ട് ഗിവിങ് മോർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ടു എംപ്ലോയീസ്. അപ്പോൾ റിസർച്ചർ കണ്ടുപിടിക്കുകയാണ് ഒരാളെ അപ്രിസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാനേജർ എന്ത് ചെയ്യണം, അവർ ചെയ്യുന്ന വർക്കുകൾക്ക് അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. ക്ലിയർ ആണോ? അപ്പം OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയററ്റിക്കലുമാണ് അപ്ലിക്കബിളുമാണ്. തിയററ്റിക്കൽ ആകുമ്പോൾ നമുക്ക് നോളേജ് തരുന്നുണ്ട്, ആ ഒരു വ്യക്തി ഇങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് നോളേജ് ചെയ്യണം, എങ്ങനെ ആ വ്യക്തിയുടെ വർക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആണോ? അതുകൊണ്ട് OB ഈസ് ഓഫ്റ്റൻ കോൾഡ് എ ഹ്യൂമൻ ടൂൾ ഫോർ ഹ്യൂമൻ ബെനിഫിറ്റ്. OBയെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഹ്യൂമൻ്റെ ഒരു ടൂളാണ്. എന്തിന്? ഹ്യൂമൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ഡാവിസ് ആൻഡ് ന്യൂസ്ട്രോൺ 1989 പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടത്. അതായത് OB ഹെൽപ്സ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ അറ്റ് വർക്ക് ആൻഡ് ക്രിയേറ്റ് ബെറ്റർ വർക്ക്. OB എന്തിനു സഹായിക്കുന്നുണ്ട്? ഒരു വർക്ക് പ്ലേസിൽ പരസ്പരം മനസ്സിലാക്കാനും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം? ഇറ്റ് ഹെൽപ്സ് ഫ്യൂച്ചർ മാനേജേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഒരു വ്യക്തിയുടെ ബിഹേവിയറും വരാൻ പോകുന്ന മാനേജേഴ്സിനെ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. പിന്നെന്താണ്? ഇറ്റ് ഹെൽപ്സ് സോൾവ് പീപ്പിൾ റിലേറ്റഡ് പ്രോബ്ലംസ് അറ്റ് വർക്ക്. പരസ്പരം ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ, വർക്ക് പ്ലേസിലുള്ള പ്രശ്നത്തെ പരിഹരിക്കാൻ ഇത് സഹായിക്കും. ഇറ്റ് ഷോ ഡിഫറെൻറ്റ് സൊല്യൂഷൻ ടു വർക്ക് പ്ലേസിൽ ഒരുപാട് ഇഷ്യൂകളുണ്ടാവും. ആ ഇഷ്യൂസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെന്താണ്? ഇറ്റ് ഇംപ്രൂവ്സ് ബോത്ത് പെർഫോമൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ പഠനത്തിലൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ടു സ്റ്റഡി ജോബ് സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനാണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സോറി പേജ് മാറിപ്പോയതാട്ടോ. അപ്പോൾ ഓക്കെ, ഇഫ് എംപ്ലോയീസ് ആർ ഓഫ്റ്റൻ ആർഗ്യൂന്, ഇപ്പോൾ എംപ്ലോയീസ് തമ്മിലൊരു പരസ്പരം ഒരു ആർഗ്യുമെൻ്റ് വന്നു. അപ്പോൾ എന്താണ് ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ നമ്മളെങ്ങനെ സഹായിക്കുന്നത്? മാനേജേഴ്സിന് എന്താണ് ശരിക്കും വെദർ അവർക്ക് സ്ട്രെസ്സാണോ അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ റൂൾ ക്ലിയർ അല്ലാത്തതാണോ എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ ആര് സഹായിക്കും? നമുക്ക് ബിഹേവിയർ എന്ന് പറയുന്നത് ഫോർമൽ സബ്ജക്റ്റ് ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. മുമ്പ് ലോങ് എഗോ, പഴയ കാലത്ത് പീപ്പിൾ എന്തായിരുന്നു, ജനങ്ങൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മേക്ക് എംപ്ലോയീസ് വർക്ക് ബെറ്റർ. അവർക്ക് എന്ത് മനസ്സിലാക്കണമായിരുന്നു? എങ്ങനെയാണ് ഒരു എംപ്ലോയിയെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ എന്താണ്, അവർക്കത് പ്രോപ്പർ റിസർച്ചോ സയൻസോ യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അങ്ങനെ OB ബിക്കേം എ പ്രോപ്പർ ഫീൽഡ് ഇൻ 1920s. അങ്ങനെ 1920
ഏതൊരു പ്രോപ്പർ ഫീൽഡായിട്ട് മാറിയത്. ഒരു കമ്പനി സ്റ്റാർട്ടഡ് സ്റ്റഡിങ് ഹൗ എംപ്ലോയീസ് ബിഹേവ് ഇൻ വർക്ക് പ്ലേസ്. ഒരു കമ്പനി എന്ത് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയാണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ 1920 ഒരു കമ്പനി തുടങ്ങി. വൺ ഫേമസ് എക്സാമ്പിൾ വാസ് ദി വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി ഹാത്തോൺ പ്ലാന്റ് ഇൻ ചിക്കാഗോ. ഹാത്തോൺ പ്ലാന്റ് ഇൻ ചിക്കാഗോ എന്നുള്ള വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയാണ് ഇതിൻ്റെ വൺ ഓഫ് ദി ഫേമസ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു, ഒരു ഡീറ്റെയിൽഡ് പഠനം നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു വർക്കേഴ്സ് വർ ഡൺ, എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ ബിഫോർ ദാറ്റ് ആൻ എഞ്ചിനീയർ നെയിംഡ് ഫ്രെഡറിക് ഡബ്ല്യു ടൈലർ ഹാഡ് ഓൾറെഡി സ്റ്റാർട്ടഡ് അപ്ലൈങ് സയൻസ് ടു ഇംപ്രൂവ് ഹൗ പീപ്പിൾ വർക്ക്. അതിന് മുമ്പ് തന്നെ ഒരു എഞ്ചിനീയർ ആയിരുന്ന ഫ്രെഡറിക് ഡബ്ല്യു ടൈലർ എന്ന് പറഞ്ഞ ഒരാൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സയൻസിനെ, എങ്ങനെയാണ് ജനങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പഠനം ഫ്രെഡറിക് ഡബ്ല്യു ടൈലറിൻ്റെ പഠനത്തെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പഠനം അദ്ദേഹം നടത്തിയതിനെ കുറിച്ചാണ്. ഫ്രെഡറിക് ഡബ്ല്യു ടൈലർ ഓൾസോ കോൾഡ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വർക്ക് അറ്റ് മിഡ്വെൽ സ്റ്റീൽ കമ്പനി ഇൻ 1900 മിഡ്വെൽ സ്റ്റീൽ കമ്പനിയിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം വർക്ക് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ യൂസിങ് സയൻസ്. സയൻസ് ഉപയോഗിച്ചിട്ട് ഒരു വ്യക്തിയുടെ വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ദർ ഈസ് വൺ ബെസ്റ്റ് വേ ടു ഡു എവരി ജോബ്. എല്ലാ ജോബ് ചെയ്യാനും ഒരു ബെസ്റ്റ് വഴി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് വർക്കേഴ്സ് ആർ ട്രെയിൻഡ് പ്രോപ്പർലി ആൻഡ് പെയ്ഡ് ഫെയർലി ദേ വിൽ വർക്ക് ബെറ്റർ. ഒരു വർക്കറിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് അവർക്ക് കറക്റ്റായിട്ട് സാലറിയോ വേജസ് എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ അവർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ടൈലറുടെ തിയറിയുടെ മെയിനായിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി ജോബ് ക്യാൻ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ സ്റ്റെപ്സ് ആൻഡ് സ്റ്റഡി ടു ഫൈൻഡ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്. എല്ലാ ജോബുകളെയും നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് ബ്രോക്ക് ഡൗൺ ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ടാവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു പേഴ്സണ് ലിഫ്റ്റ് ബ്രിക്കിംഗ് ആണെങ്കിൽ 10 സ്റ്റെപ്പ് യൂസ് ചെയ്യുക, അനദർ ആൾ 5 യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ ടൈലർ പറയുന്നത് ദ സ്റ്റെപ്പ് മെത്തേഡ് ഫോർ ഓൾ. 5 സ്റ്റെപ്പ് മെത്തേഡാണ് എല്ലാവർക്കും നല്ലത്. 10 സ്റ്റെപ്പ് ഉള്ളതാണ് ഒരാൾ യൂസ് ചെയ്തത്, അത് മറ്റേ ആൾ 5 യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ 5 മതി എല്ലാവർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. വർക്കർ ഷുഡ് ബി തോട്ട് ഹൗ ടു ഡു ദെയർ ജോബ് പ്രോപ്പർലി. വർക്കേഴ്സിനെ കറക്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം അവരുടെ ജോബ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇഫ് ദേ ഫോളോ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ആർ പെയ്ഡ് വെൽ ദേ വിൽ ബി മോട്ടിവേറ്റഡ്. അവർക്ക് നല്ല ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്ത് അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യുന്ന ജോലിക്ക് കറക്റ്റായിട്ട് ക്യാഷും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ടൈലർ ഫൗണ്ട് ചെയ്തത് എന്താണ്, ഇഫ് വർക്കേഴ്സ് വർ ഗിവൺ റെസ്റ്റ് ബ്രേക്സ് ആൻഡ് ഷോൺ ഹൗ ടു ഡു വർക്ക് മോർ എഫിഷ്യൻ്റ്ലി ദേ പ്രൊഡ്യൂസ്ഡ് മോർ, ഫെൽറ്റ് ലെസ് ടയർഡ് ആൻഡ് ദ കമ്പനി സേവ്ഡ് മണി. പക്ഷേ ഇതിന് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ഈ ടൈലറിൻ്റെ തിയറിക്ക് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, എതിര് നിർത്തുന്നത്. അവരെന്താ പറയണേ, ഹി ട്രീറ്റഡ് വർക്കേഴ്സ് ലൈക്ക് എ മെഷീൻസ് ഹു ഓൺലി കെയർ അബൌട്ട് മണി. അവർ പറയുന്നത് എന്താണ്, ടൈലർ ഒരു വർക്കറിന് ഒരു മെഷീനായിട്ടാണ് കണക്കിലെടുത്തത്, പൈസക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മെഷീനായിട്ടാണ്, അല്ലാതെ അവരുടെ ഒരു മനസ്സിനെ അവർ അതായത് അയാളെന്ത് ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, മനുഷ്യൻ്റെ ഫീലിങ്സിനെയും ആ ടീം വർക്കിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് പൈസക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു മെഷീനായിട്ടാണ് അദ്ദേഹം വർക്കേഴ്സിനെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ക്രിറ്റിസിസ്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ് മെത്തേഡ് സംടൈം കോസ് ജോബ് ലോസ് ആസ് ഫീവർ വർക്കേഴ്സ് വെർ നീഡഡ്. അപ്പം ഓൾത്തോ ടൈലേഴ്സ് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിട്ടിസൈസ്ഡ് ആണ്. ഹി പ്രൂവ്ഡ് ദാറ്റ് വർക്ക് പ്ലേസ് ക്യാൻ ബി സ്റ്റഡിഡ് യൂസിങ് സയൻസ്. സയൻസ് ഉപയോഗിച്ചിട്ട് വർക്ക് പ്ലേസിനെ പഠിക്കാമെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്, ഹോത്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പഠനപ്രകാരം ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് എന്താണ്, 1924 ഹോത്രോൺ പ്ലാന്റ് ഇൻ ചിക്കാഗോയിൽ ഒരു പ്ലാന്റ് തൊഴുതു. എ ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് സ്റ്റാർട്ടഡ് എ ന്യൂ എക്സ്പെരിമെൻറ്റ്. ഒരു റിസർച്ചറിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു അത്. അവർ പുതിയ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ പഠനത്തിൽ അവർ ജസ്റ്റ് അബൌട്ട് വർക്ക് എഫിഷ്യൻ്റ്ലി ബട്ട് അബൌട്ട് ഹൗ റിലേഷൻഷിപ്പ് എഫക്റ്റ് വർക്ക്. ഇതിൽ അവരെന്താ പഠനം നടത്തിയത്, എങ്ങനെ ഒരു എഫിഷ്യൻ്റ് വർക്ക് ചെയ്യുക എന്ന് മാത്രമല്ല, പിന്നെന്താണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു വർക്കിനെ ബാധിക്കുന്നതെന്നും കൂടെയാണ് അവർ പഠനം നടത്തിയത്. ആർ ഫൈൻഡിങ്സ് സ്റ്റാർട്ടഡ് ദ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് ഓഫ് ദി നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. ഈ ഒരു ഫൈൻഡിങ്സ് എന്തിലേക്ക് നയിച്ചു, ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്നുള്ള ഇതിലേക്ക് നയിച്ചു. ഈ ഒരു ഡിസ്കവറിയുടെ പ്രാധാന്യം എന്തായിരുന്നു,
പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. എന്തിൻ്റെ കൊണ്ട്? ബിക്കോസ് ഓഫ് ചേഞ്ചസ് ഇൻ ലൈറ്റനിങ് ഓർ റെസ്റ്റ് ബ്രേക്സ്. ഒരു ലൈറ്റിങ്ങിലും റെസ്റ്റ് ബ്രേക്സിലുള്ള മാറ്റം കൊണ്ട് എന്ത് ചെയ്തു? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. പക്ഷേ വർക്കേഴ്സ് സ്പെഷ്യലായിട്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ദ സ്റ്റഡീസ്. വർക്കേഴ്സിൻ്റെ ഫലത്ത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഒരു പഠനത്തിൽ. ദിസ് വാസ് കോൾഡ് ദ ഹോത്തോൺ എഫക്റ്റ്. ഇതിനെയാണ് ഹോത്തോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിലുള്ള 5 പ്രധാന കാര്യങ്ങളാണ്, എക്സ്പെരിമെൻറ്റിലുള്ള 5 പ്രധാന കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഇലുമിനേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ചേഴ്സ് ചേഞ്ച് ദ ലൈറ്റ് ലെവൽ ഇൻ ദ വർക്ക് റൂം ടു സീ ഹൗ ഇറ്റ് എഫക്റ്റഡ് പെർഫോം. ലൈറ്റിൻ്റെ ലെവലുണ്ടല്ലോ, വെളിച്ചം. റിസർച്ചർ അതെന്ത് ചെയ്തു? ആ ലൈറ്റിൻ്റെ ലെവലൊന്ന് മാറ്റി കൊടുത്തു, എങ്ങനെയാണത് പെർഫോമൻസിന് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം സർപ്രൈസിങ് റിസൾട്ട് ആയിരുന്നു കിട്ടിയത്. ഈവൻ വെൻ ലൈറ്റ്സ് വെർ ഡിമ്മഡ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ്. വെളിച്ചം കുറഞ്ഞപ്പോഴും പ്രൊഡക്ടിവിറ്റി കൂടി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? വർക്കേഴ്സിന് ഫെൽറ്റ് നോട്ടീസ്ഡ് ആൻഡ് വാല്യൂഡ് വിച്ച് മെയ്ഡ് ദം വർക്ക് ബെറ്റർ. ദിസ് ഈസ് ദ ഹോത്തോൺ എഫക്റ്റ്. വർക്കേഴ്സ് ഫെൽറ്റ് ചെയ്ത് നോട്ടീസ് ചെയ്തത് ആ ഒരു വാല്യൂ ആണ് അവർ നോട്ടീസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു? ആ വർക്ക് ബെറ്ററായി. ലൈറ്റ് ഇല്ലെങ്കിലും അവർക്ക് ആ ഒരു മനസ്സിൻ്റെ തൃപ്തി ഉണ്ടല്ലോ, അതാണ് അവരുടെ വർക്കിനെ എഫക്റ്റ് ചെയ്തത്. അങ്ങനെ റിലേ അസംബ്ലി ടെസ്റ്റ് റൂം നടത്തി. റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽ വർക്കേഴ്സ് വർ സ്റ്റഡീഡ് ഇൻ എ സ്പെഷ്യൽ റൂം. ഒരു സ്പെഷ്യൽ റൂമിൽ പഠനം നടത്തി. റിസർച്ചർ ടെസ്റ്റഡ് ചേഞ്ചസ്. റിസർച്ചേഴ്സ് അവരുടെ മാറ്റങ്ങൾ പഠിച്ചു. റെസ്റ്റ് ബ്രേക്സ്, വർക്കിംഗ് ഹവേഴ്സ്, ഫ്രീ ലഞ്ച്, പേ മെത്തേഡ്സ്, ഇതൊക്കെയാണ് അവർക്ക് കൊടുത്തത്. അതിൽ ഇതെന്താണ്? പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്ഡ് ഡ്യൂറിങ് എവറി ടെസ്റ്റ് നോ മാറ്റർ ദ ചേഞ്ചസ്. ടെസ്റ്റ് മാറുന്നതൊന്നും മാറ്റർ ആയില്ല. എല്ലാ ടെസ്റ്റിലും അവരുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ആയി വന്നു. കാരണം എന്താ? സോഷ്യൽ എൻവയോൺമെൻറ്റ് മാറുന്നുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ട്ലി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അത് വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെന്താണ്? മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാം. റിസർച്ചർ സ്റ്റാർട്ടഡ് ഇൻ്റർവ്യൂയിങ് വർക്കേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഫീലിങ്സ് അബൌട്ട് ദെയർ ജോബ് ആൻഡ് സൂപ്പർവൈസർ. റിസർച്ചർ സ്റ്റാർട്ട് ചെയ്തത് വർക്കേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അവരുടെ ഫീലിങ്ങും അവരുടെ ജോബിനെ കുറിച്ചുള്ള ഫീലിങ്ങും ആൻഡ് സൂപ്പർവൈസറെ കുറിച്ചിട്ടുള്ള ഫീലിങ്സൊക്കെ. ആ റിസൾട്ട് എന്തായിരുന്നു? വർക്കേഴ്സ് ഫെൽറ്റ് റെസ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സംവൺ വാസ് ലിസണിങ് ടു ദം. അവരെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ എന്തായി? വർക്കേഴ്സ് ഒന്നും കൂടെ അതിൽ ഇമ്പ്രസ്ഡ് ആയി. അവരെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ചിന്ത വന്നപ്പം അതെന്ത് ചെയ്തു? അവരുടെ ജോബിൽ പുരോഗമനം കണ്ടു. എംപ്ലോയീസ് റെസ്പോണ്ട് നോട്ട് ഓൺലി ആസ് ഇൻഡിവിജ്വൽ ബട്ട് ഓൾസോ ബേസ്ഡ് ഓൺ ദിയർ സോഷ്യൽ ഗ്രൂപ്പ് അറ്റ് വർക്ക്. അവരൊരു വ്യക്തിയായിട്ട് മാത്രമല്ല അവർ റെസ്പോണ്ട് ചെയ്തത്, ആ സോഷ്യൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ ലീഡർഷിപ്പ് കൂടെ അതിൽ എമേർജ് ചെയ്തു. ആ ടീമിൻ്റെ ലീഡർഷിപ്പും കൂടെ അതിൽ പ്രതിബിംബിച്ചു എന്നുള്ളതാണ്. അടുത്തത് ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എന്ന് വെച്ചാൽ ദിസ് സ്റ്റഡി ലുക്ക് അറ്റ് ഹൗ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഇൻസൈഡ് ദ കമ്പനി ബിഹേവ്. ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് കമ്പനിയുടെ ഉള്ളിൽ ബിഹേവ് ചെയ്യുന്നതെന്നാണ്. അതിൻ്റെ ഫൈൻഡിങ്സ് എന്തായിരുന്നു? വർക്കേഴ്സ് വർ വാച്ചിങ് ഈച്ച് അതർ ആൻഡ് കൺട്രോളിങ് ഹൗ മച്ച് വർക്ക് വാസ് ഡൺ. പരസ്പരം നോക്കിക്കൊണ്ട് അവരുടെ വർക്ക് കൺട്രോൾ ചെയ്തുകൊണ്ടാണ്, പരസ്പരം ഈച്ച് അതർ നോക്കിക്കൊണ്ട് ഹൗ മച്ച് വർക്ക് വാസ് ഡൺ, എങ്ങനെ എത്ര വർക്ക് അവർ ഡൺ ചെയ്തു എന്നുള്ളത് കൺട്രോൾ ചെയ്തു. They didn't want management to increase work expectations, so they purposely worked slower as a group. അവർക്ക് എന്ത് വേണ്ടായിരുന്നു? മാനേജ്മെൻറ്റിന് വർക്ക് എക്സ്പെക്റ്റേഷൻസ് കൂട്ടണമെന്നില്ലായിരുന്നു. അവരെന്ത് ചെയ്തു? അപ്പോൾ ഗ്രൂപ്പായിട്ട് സ്ലോ ആയിട്ട് വർക്ക് ചെയ്തു. ഇൻഫോർമൽ ഗ്രൂപ്പ് റൂൾസ് വെർ മോർ പവർഫുൾ ദാൻ കമ്പനി റൂൾസ്. ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സിൻ്റെ റൂൾസാണ് കമ്പനി റൂൾസിനേക്കാളും കൂടുതൽ എന്ത് ചെയ്ത് പവർഫുൾ എന്നുള്ളതാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും മനസ്സിലായത്. ഇൻഫോർമൽ വർക്കിൻ്റെ കൾച്ചർ ക്യാൻ സംടൈം ലിമിറ്റ് പ്രൊഡക്ടിവിറ്റി ടു പ്രൊട്ടക്റ്റ് ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പ്രൊഡക്ടിവിറ്റി ലിമിറ്റ് ആക്കും. കാരണം ഇൻഫോർമൽ വർക്ക് അവരുടെ ആ ഒരു ഇത്, അതായത് ആ ഒരു കൂട്ടായ്മ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ തൊട്ടിട്ട് കമ്പനിയുടെ വാല്യൂവിനേക്കാളും അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂക്കായിരിക്കും അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പ്രൊഡക്ടിവിറ്റി കുറയും. കാരണം ഒരാൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അവരുടെ വർക്കൊന്ന് സ്ലോ ആക്കും. എന്തിനു വേണ്ടിയിട്ട്? എല്ലാവർക്കും തുല്യമായി കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? പിന്നെന്താണ്? പേഴ്സണൽ കൗൺസിലിംഗ്. ദ ഗോൾ വാസ് ടു അണ്ടർസ്റ്റാൻഡ് എംപ്ലോയി പ്രോബ്ലം. എന്തിനായിരുന്നു പേഴ്സണൽ കൗൺസിലിംഗ് കൊടുത്തത്? എംപ്ലോയീസിൻ്റെ പ്രശ്നം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇംപ്രൂവ് ദെയർ മാനേജ്മെൻറ്റ് സ്റ്റൈൽ,
സൂപ്പർവൈസേഴ്സിന് അവരുടെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ, പിന്നെന്താണ് എംപ്ലോയീസിനും മാനേജേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പേഴ്സണൽ കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുക അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് തന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായി, പിന്നെന്താണ് ഹാപ്പിയർ ആണ്, പിന്നെ മോർ കോപ്പറേറ്റീവ് വർക്കേഴ്സായി, സന്തോഷമുള്ള കോപ്പറേറ്റ് ചെയ്യുന്ന കൂടുതൽ വർക്കേഴ്സിനെ കിട്ടി, സ്ട്രോങ് സൂപ്പർവൈസർ എംപ്ലോയി കണക്ഷൻ വന്നു ഈ ഒരു കാരണം കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഇമ്പാക്റ്റ് ഓഫ് ദി ഹോത്രോൺ സ്റ്റഡീൻ്റെ ഫൈനൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പിന് സ്ട്രോങ് എഫക്റ്റാണ് വർക്ക് ബിഹേവിയറിലുള്ളത്. ഇങ്ങനെ ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഹാവ് സ്ട്രോങ് എഫക്റ്റ് ഓൺ വർക്ക് ബിഹേവിയറിൽ സ്ട്രോങ് എഫക്റ്റാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്സിനുള്ളത്. എംപ്ലോയീസ് ആർ ഹ്യൂമൻ നോട്ട് മെഷീൻസ്. എംപ്ലോയീസ് മനുഷ്യന്മാരാണ്, മെഷീൻസ് അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കെയറിങ്ങും കമ്മ്യൂണിക്കേഷനും അറ്റൻഷനും നിർബന്ധമാണെന്ന് മനസ്സിലായി. ഗുഡ് സൂപ്പർവൈസർ എന്ത് ചെയ്തു? ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. റെസ്പെക്റ്റബിൾ എൻവയോൺമെൻറ്റ് ഇൻക്രീസ് ചെയ്തത് പ്രൊഡക്ടിവിറ്റിയും ലോയാലിറ്റിയും ആയിരുന്നു. ക്ലിയർ ആണോ? ചുരുക്കി പറഞ്ഞാൽ FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകാരം ടൈലർ എന്ന ഔദ്യോഗികം പറഞ്ഞു എന്താണ്, ഓരോ ജോലിക്കുമുണ്ട് ഒരു ബെസ്റ്റ് വേ, ഒരു ഉത്തമ മാർഗം എന്ന് പറഞ്ഞു. തൊഴിലാളികളെ പരിശീലിപ്പിക്കുക, ശ്രദ്ധയോടെ ജോലി ചെയ്യാൻ പഠിപ്പിക്കുക, എന്നിട്ട് പണം കൊടുത്ത് അവർ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? പണം നൽകിയ ആളുകൾ കൂടുതൽ ജോലി ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. പക്ഷേ എന്താണ് ഒരു ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞത്, ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ തൊഴിലാളികൾക്ക് എപ്പോൾ ജോലി ചെയ്യണം, എപ്പോൾ വിശ്രമിക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചപ്പോൾ ഉൽപ്പാദനം കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിനെതിരെ വിമർശനം വന്നു. എന്താ പറഞ്ഞത്? തൊഴിലാളികൾ ഒരു യന്ത്രം പോലെ കാണുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ സോഷ്യൽ ബന്ധങ്ങളോ ഒക്കെ അദ്ദേഹം അവഗണിച്ചു എന്നുള്ള ക്രിറ്റിസിസം വന്നു. അങ്ങനെയാണ് പുതിയൊരു സ്റ്റഡീസ് വന്നത്, ഹാവ്ത്രോൺ സ്റ്റഡീസ് എന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ പഠനപ്രകാരം 1924 ചിക്കാഗോയിലെ ഹാവ്ത്രോൺ പ്ലാന്റിലെ തൊഴിലാളികളിൽ ഇടയിൽ ഒരു പഠനം നടത്തി. ടൈലറിൻ്റെ ഒരു സയൻറ്റിഫിക് ആശയങ്ങൾക്ക് പകരം ആളുകളുടെ മാനസിക അവസ്ഥയും സാമൂഹിക ബന്ധങ്ങളെയും എങ്ങനെയാണ് ഒരു ജോലിയുടെ പെർഫോമൻസിൽ ഉണ്ടാക്കുന്നത്, പെർഫോമൻസ് ലെവൽ കൂട്ടുന്നതും കുറക്കുന്നതും എന്നാണ് അദ്ദേഹം പഠിച്ചത്. അതിൻ്റെ ഒരു പ്രധാന കണ്ടെത്തലുകൾ എന്തായിരുന്നു? ഒന്ന് ഇലിമിനേഷൻ സ്റ്റഡി, അതായത് വെളിച്ചം കുറച്ചാലും വർദ്ധിപ്പിച്ചാലും പ്രൊഡക്ടിവിറ്റി കൂടും. അതെന്താണ് കാരണം? തൊഴിലാളികൾക്ക് തങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ് അങ്ങനെ കൂടിയത്. പിന്നെന്താണ്? റിലേ അസംബ്ലി റൂം, അതായത് ഒരു വിശ്രമ സമയങ്ങളിലും ജോലി സമയം കുറച്ചതും ഉൽപ്പാദനം കൂട്ടി. വിശ്രമം കൊടുത്തു, ജോലി സമയം കുറച്ചു, പക്ഷെ ഉൽപ്പാദനം കൂട്ടി. അതാണ് റിലേ അസംബ്ലി റൂം എന്ന് പറഞ്ഞാൽ. മാസ് ഇൻ്റർവ്യൂ, തൊഴിലാളികളെ കേൾക്കുമ്പോൾ അവരെന്തായി കൂടുതൽ സന്തോഷത്തോടെ ജോലി ചെയ്തു. പിന്നെ എന്താണ്? ബാങ്ക് വയറിംഗ് റൂം എന്ന് പറഞ്ഞാൽ ആളുകളും കൂട്ടായ്മയും ജോലിയിൽ സ്വതന്ത്രമായ സമയ നിയന്ത്രണവും പ്രയോഗിച്ചു. ആളുകളുടെ കൂട്ടായ്മയും ജോലിയിലുള്ള സ്വാതന്ത്ര്യം എന്തായി? അവരെ സ്വയം ഒരു നിയന്ത്രണം പ്രയോഗം ഉണ്ടാക്കി. പിന്നെ എന്താണ്? പേഴ്സണൽ കൗൺസിലിംഗ്, തൊഴിലാളികൾക്കൊപ്പം സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? ടൈലറും ഹോത്തോമും ജോലിക്ക് ഒരു ശാസ്ത്രീയ മാർഗം, ജോലി മാനസികവും സോഷ്യലും ആണെന്നാണ്. പണം മുഖ്യം ആയിട്ട് പ്രചോദനം, മനുഷ്യന്മാരുടെ ശ്രദ്ധയും മുഖ്യ പ്രചോദനം എന്ന് പറഞ്ഞത് പണം മാത്രമല്ല, പിന്നെന്താണ്? മനുഷ്യന്മാരുടെ ശ്രദ്ധയും ബന്ധവും ഒക്കെയാണ് ഓരോ വർക്കേഴ്സിനും പ്രചോദനം കൊടുക്കുന്നത് എന്നാണ്. തൊഴിലാളികളെ യന്ത്രം പോലെ കാണുന്ന തൊഴിലാളികളെ മനുഷ്യരായിട്ടാണ് കാണേണ്ടത്, അല്ലാതെ യന്ത്രം പോലെ കാണരുതെന്നാണ് ഈ രണ്ട് പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ റെക്കഗ്നൈസസ് ഓർഗനൈസേഷൻ ആസ് എ ഓപ്പൺ സിസ്റ്റം. എന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ആർ ഫിക്സ്ഡ് അല്ല, അല്ലെങ്കിൽ ക്ലോസ്ഡ് അല്ല, പകരം എന്താണ്? ദേ ആർ ഓപ്പൺ സിസ്റ്റം. അതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ഈ ഒരു ഐഡിയ വന്നത് കാറ്റ്സ് ആൻഡ് കാറ്റ് 1966 പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ആണ്. എന്താണ് ഓപ്പൺ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്പൺ സിസ്റ്റം മീൻസ് ദാറ്റ് ആൻ ഓർഗനൈസേഷനെയാണ് ഓപ്പൺ സിസ്റ്റം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈസ് കണക്റ്റഡ് ടു ദി ഔട്ട്സൈഡ് വേൾഡ്. ഓർഗനൈസേഷൻ എന്താണ്? ആ ഒരു ചുറ്റളവിൽ മാത്രമല്ല പുറം ലോകത്തെയും കണക്ട് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻപുട്സ് റിസീവ് ചെയ്യുന്നുണ്ട്, അത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. റെസ്പോണ്ട് ടു ഇറ്റ്സ് എൻവയോൺമെൻറ്റ്, കസ്റ്റമേഴ്സായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സപ്ലയേഴ്സായിട്ട്, ഗവൺമെൻറ് റൂൾസായിട്ടൊക്കെ നമ്മൾ ബന്ധിപ്പിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കമ്പനി റോ മെറ്റീരിയൽ ഇൻപുട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? റോ മെറ്റീരിയൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഫോണ് ഒക്കെ അസംബിൾ ചെയ്യും. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു
കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽ അങ്ങനെയാണോ മൊബൈൽ ഫോൺ ആവുന്നതല്ല, ഒരുപാട് റോ മെറ്റീരിയൽസിനെ ഒത്തുചേർപ്പിച്ചിട്ടാണ് അതൊരു മൊബൈൽ ഫോൺ ആവുന്നത്. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, പുറത്തുള്ള കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. അതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഫീഡ്ബാക്ക് എടുക്കുന്നു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന്. അത് നമുക്ക് പുതിയ നെക്സ്റ്റ് മോഡൽ ഉണ്ടാക്കാനും പുതിയ ബാക്ക് തിരിച്ചു പോകാനൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം ഇതിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതൊരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല, അതൊരു ഓപ്പൺ സിസ്റ്റമാണ്. നമ്മൾ പല രാജ്യങ്ങളായിട്ടും അല്ലെങ്കിൽ പല ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിന് ഒരു സൈക്കിൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബുക്കിൽ. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ദ റിസോഴ്സസ് ദ ഓർഗനൈസേഷൻ റിസീവ്സ്. ഓർഗനൈസേഷൻ കൈപ്പറ്റുന്ന റിസോഴ്സിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. പൈസ, ജനങ്ങൾ, മെറ്റീരിയൽസ്, ഇൻഫോർമേഷൻസ്, ഇതൊക്കെ ഇൻപുട്ടാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന ജോലികൾ, വർക്കുകൾ, ടെക്നോളജി യൂസ് ചെയ്തിട്ടോ മെഷീൻസ് യൂസ് ചെയ്തിട്ടോ ടൂൾസ് യൂസ് ചെയ്തിട്ടോ ആളുകളുടെ എഫേർട്ട് വെച്ചിട്ടൊക്കെ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന വർക്കിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു ഐഡിയ, അത് കസ്റ്റമറിലേക്ക് പോകുന്നത്. ഇതിനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ ഔട്ട്പുട്ടിന് ശേഷമാണ് നമ്മൾ എന്തെടുക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. ഫ്രം ദ എൻവോൺമെൻറ്റ് കംസ് ബാക്ക് ആൻഡ് ബിക്കംസ് എ ന്യൂ ഇൻപുട്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമുക്ക് വീണ്ടും അത് തിരിച്ചു വരുന്നതും പുതിയ ഇൻപുട്ട് ഉണ്ടാവുന്നതും ഒക്കെ ആ ഒരു ഫീഡ്ബാക്കിൽ നിന്നുമാണ്. അപ്പം 4 ഇൻറ്റേർണൽ കമ്പോണൻസ് ആണ് ഒരു ഓർഗനൈസേഷനുള്ളത്. എന്താണത്? ഒന്ന് ടാസ്ക്, പർപ്പസ് ഓർ ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഒരു ലക്ഷ്യം വേണം, ഒരു പർപ്പസ് വേണം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഓർഗനൈസേഷൻ സെൽഫ് ഹബിൻ്റെ ടാസ്ക് എന്താണ്? നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക, നിങ്ങളെ എക്സാമിൽ ജയിപ്പിക്കാനും നിങ്ങൾക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു ഡിഗ്രിയുടെ എല്ലാ സഹായം തരിക എന്നുള്ളതാണ് സെൽഫ് ഹബിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്യൂപ്പിൾ, ജനങ്ങൾ. ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ടീംസ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള, അതായത് ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള ടീമുകളും വ്യക്തികളും. ഇപ്പോൾ ഡോക്ടേഴ്സ് ആവട്ടെ, നഴ്സസ് ആവട്ടെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവട്ടെ, ഹോസ്പിറ്റലിൽ ഇത് ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അതിൽ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടാവും, വർക്കേഴ്സ് ഉണ്ടാവും, പലതരം ആളുകളുണ്ടാവും. ഇവരൊക്കെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് വേണം, പീപ്പിൾ വേണം, രണ്ടാമത് എന്താണ്, ടെക്നോളജി വേണം, ഒരു ടൂള് അല്ലെങ്കിൽ ഒരു മെത്തേഡ് വേണം നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വേണം, ഡയഗ്നോസ്റ്റിക് മെഷീൻസ് വേണം. ഇപ്പോൾ സെൽഫ് ജോബിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്കൊരു മൊബൈൽ വേണം, ഒരു ആപ്പ് വേണം, നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം, സ്കില്ല് വേണം, എഴുതി തരാനുള്ള പേന വേണം, അങ്ങനത്തെ ഒരുപാട് ടൂൾസും മെത്തേഡ്സും വേണം അല്ലേ. ക്ലാസ് എടുക്കാനുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ വേണം. ഇതാണ് ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് എന്താ, വേർ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ അറേഞ്ച്ഡ്. റൂൾസും ഒരു അടിപൊളി സ്ട്രക്ചർ വേണം. അതായത് ഒരു റൂൾസ് എങ്ങനെയാണ്, റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്, റൂൾസ് എങ്ങനെ അറേഞ്ച് ചെയ്ത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ വേണം. ഇപ്പോൾ ഹൂ റിപ്പോർട്ട്സ് ടു ഹോം, ആരോടാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ലിങ്ക് ചെയ്തത്, അതൊക്കെ ഒരു കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആവണം. അതാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് എന്താവുന്നത്, ഇതെല്ലാം റെഡി ആണെങ്കിൽ ഈ ഓർഗനൈസേഷൻ അടിപൊളിയാണ്. ആദ്യം ഒരു ടാസ്ക് വേണം, പിന്നെ പ്യൂപ്പിൾ വേണം, ടെക്നോളജി വേണം, സ്ട്രക്ചർ വേണം. അപ്പോൾ എന്താവും, ഒരു കമ്പനി പക്കയാവും. ഒരു കമ്പനി ആക്കണമെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയത്? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് കോൺസ്റ്റൻ്റ്ലി വിത്ത് ഔട്ട്സൈഡ് വേൾഡിൽ തന്നെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നോ കമ്പനി വർക്ക്സ് അലോൺ. ഒരു കമ്പനിയും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇത് ഓരോന്നും അത് ഡിപ്പെൻഡഡ് ആണ്. ഒരു കസ്റ്റമേഴ്സിനോട് ഡിപ്പെൻഡഡ് ആണ്, എംപ്ലോയീസിനോട് ഡിപ്പെൻഡഡ് ആണ്, നിയമത്തിനോട് ഡിപ്പെൻഡഡ് ആണ്. അങ്ങനെ പലതിനോടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു കമ്പനി മുന്നോട്ട് വർക്ക് ആയി പോകുന്നത്. അല്ലാതെ ഒരു കമ്പനിക്ക് ഒരാളോടും റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരാളോടും ഇതില്ലാതെ ഏതെങ്കിലും ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരു കമ്പനി ആവണമെങ്കിൽ അതിൽ മിനിമം കസ്റ്റമേഴ്സ് വേണ്ടേ? അതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയർ നമ്മളെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാനേജേഴ്സിനെ മനസ്സിലാക്കാൻ, എങ്ങനെ വിജയിക്കണം, എങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആൻഡ് റെസ്പോൺസീവ് ആക്കണം എന്നുള്ളതൊക്കെ ഓർഗനൈസേഷൻ ബിഹേവിയറിലൂടെ നമുക്ക് എളുപ്പമാക്കി തരുന്നുണ്ട്. ഇനി ഓർഗനൈസേഷണൽ ബിഹേവിയർ അഡോപ്റ്റ്സ് എ ക്രോസ് കൾച്ചറൽ അപ്രോച്ച് ആണ് ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്താണ് ക്രോസ് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ് ഗ്ലോബൽ, ഒരു ഗ്ലോബൽ ആവണമെങ്കിൽ, ഗ്ലോബൽ എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ആവണമെങ്കിൽ
OB now pays attention to culture and how it affects behavior in the workplace. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ത് ചെയ്യണം, അറ്റൻഷൻ കൊടുക്കണം കൾച്ചറിൽ, എങ്ങനെയാണ് അത് ബിഹേവിയർ വർക്ക് പ്ലേസിലെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയണം. എന്താണ് ക്രോസ് കൾച്ചറൽ സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ഇൻ OB? ക്രോസ് കൾച്ചറിനെ കുറിച്ചുള്ള പഠനം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയത്? ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് വർക്ക് കൾച്ചർ. ഓരോ കൺട്രിയിലും ഓരോ വർക്ക് കൾച്ചറാണുള്ളത്. ഇവിടുത്തെ വർക്ക് കൾച്ചർ അല്ല UK ഉണ്ടാവുക, UK-ത്തേതാവില്ല ചൈനയിലുണ്ടാവുക. ഓരോ കൺട്രിയിലും അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ടാവും. ഈ കൾച്ചറൽ ട്രേറ്റ്സ് ക്യാൻ ബി ദിസ് കൾച്ചറൽ ട്രേറ്റ്സ് ക്യാൻ ബി ചിലപ്പം കൾച്ചറൽ ട്രേറ്റ്സ് ആയിരിക്കാം, സ്ട്രെങ്ത് ആവാം, അഡ്വാൻറ്റേജ് ആവാം. ഈ കൾച്ചറൽ ട്രേറ്റ്സ് ഒന്നുകിൽ സ്ട്രെങ്ത് ആവാം അല്ലെങ്കിൽ ചലഞ്ച് ആവാം. സ്ട്രെങ്ത് എന്ന് പറയുമ്പം അഡ്വാൻറ്റേജ് ആവാം. ഇപ്പോൾ ജപ്പാൻ്റെ കൾച്ചർ ഒരു ടീം വർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടും എന്നുള്ളതാണ് ജപ്പാൻ്റെ കൾച്ചറിൽ പ്രകാരം. അല്ലെങ്കിൽ അത് ചലഞ്ച് ആവാം, ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഇൻ കൾച്ചർ വേർ ഹൈറാർക്കി സ്ട്രോങ് ആയിട്ടുള്ള കൾച്ചറാണെങ്കിൽ അവിടെ എംപ്ലോയീസിന് ഹെസിറ്റേറ്റ് ഉണ്ടാവാനും അത് ടു ഗീവ് ഹോണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മുടെ കമ്പനിയെ ചലഞ്ച് ചെയ്യിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെന്താണ്, മാനേജേഴ്സ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഡിഫറൻസ് ടു വർക്ക് സക്സസ്ഫുള്ളി ഇൻ ഗ്ലോബൽ എൻവയോൺമെൻറ്റ്. വേൾഡ് വൈഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ മാനേജേഴ്സിന് ഈ കൾച്ചറൽ ഡിഫറൻസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ കൾച്ചർ പറഞ്ഞാൽ ഹെറസ്കോയിറ്റ് 1950 പ്രകാരം കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻമേഡ് പാർട്ട് ഓഫ് ദി എൻവയോൺമെൻ്റ് ആണ്. എൻവയോൺമെൻറ്റിൻ്റെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഭാഗത്തെയാണ് കൾച്ചർ എന്ന് പറയുന്നതെന്നാണ് ഹെസ്കോവിറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. ദ തിങ്സ് പീപ്പിൾ ലേൺ, ക്രിയേറ്റ് ആൻഡ് ഷെയർ. ആളുകൾ പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ആളുകൾ ഷെയർ ചെയ്യുന്ന കാര്യം, ഇതിനാണ് കൾച്ചർ എന്ന് പറയുന്നത്. ട്രോംപനേഴ്സ് ആൻഡ് ഹെമൻഡൻ ടേർണർ 1999 പറഞ്ഞിട്ടുള്ളത് കൾച്ചറിന് 3 ലെയറുകൾ ഉണ്ടെന്നാണ്. ഏതാണ് ആ 3 ലെയർ? ഔട്ടർ ലെയറിൽ എന്താണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അതിൽ ലാംഗ്വേജ്, ഫുഡ്, ഡ്രസ്സ്, ക്ലൈമറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങളാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്ത്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും. ആൻഡ് ഈറ്റ് ഡിഫറെൻ്റ്ലി ദാൻ ഇൻ ഫ്രാൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്ത്സും ഫ്രാൻസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകളും ആയിരിക്കും നമ്മൾ ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്നത്, അല്ലേ? അതാണ് ഔട്ടർ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മിഡിൽ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് പീപ്പിൾ വാല്യൂ, ജനങ്ങൾ എന്താണ് വാല്യൂ കൊടുക്കുന്നത്, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ സ്വഭാവം, ഇതാണ് മിഡിൽ ലെയറിൽ നിൽക്കുന്നത്. എന്താണോ ജനങ്ങൾ കാണുന്നത് അത് ഔട്ടർ ലെയർ. നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയാണ് മിഡിൽ ലെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ USA ഇൻഡിപെൻഡൻസ് ആണ് വാല്യൂഡ് ആണെങ്കിൽ ചൈനയിൽ എന്താണ്, ഹാർമണിയാണ് വാല്യൂഡ് ആയിട്ടുള്ളത്. ഇനി കോർ ലെയർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയറാണ് കോർ ലെയർ. ഡീപ്പ് അസംഷൻസ്, എങ്ങനെയാണ് ജനങ്ങൾ ലൈഫിനെ കാണുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയെ കാണുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കാണുന്നത്. അപ്പം ചില കൾച്ചർ ബിലീവ് ചെയ്യുന്നത് പേഴ്സണൽ സ്പേസിനെ ആണ് അവർക്ക് ഇതെന്നാ. ചിലരെന്താണ് മോർ കളക്റ്റീവ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ക്രോസ് കൾച്ചറൽ അപ്രോച്ച് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയറിലുള്ള ക്രോസ് കൾച്ചറൽ അപ്രോച്ച് എന്താണ്? ക്രോസ് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OBയിൽ എന്താണ്, ബി അഡോപ്റ്റഡ് ടു ഡിഫറെൻറ്റ് കൾച്ചർ. വ്യത്യസ്ത കൾച്ചറുകൾ അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. പിന്നെന്താണ്, നോട്ട് അസ്യൂം ദാറ്റ് വൺ മോഡൽ ഫിറ്റ്സ് ഓൾ കൾച്ചർ. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ കുറേ മോഡൽസ് വേണം. ഒരു മോഡൽ എല്ലാ കൾച്ചറിനും ഫിറ്റ് ചെയ്യും എന്നുള്ള യോജിച്ച് പോകും എന്നുള്ള ഒരു അസംഷൻ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള OB തിയറികൾ ഉണ്ടല്ലോ, ഓർഗനൈസേഷൻ ബിഹേവിയർ തിയറികൾ, അത് റിവൈസ് ചെയ്തിട്ട് അത് എപ്പം ആരിൽ ഏത് കൺട്രിയിൽ അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ തിയറി അത് ദാറ്റ് വർക്ക്സ് വെൽ ഇൻ USA നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. കാരണം എന്താണ്, അവിടെ ഇൻഡിവിജ്വൽസ് ഓരോ വ്യക്തികൾ അവരവൻ്റെ അച്ചീവ്മെൻ്റാണ് അവരുടെ വാല്യൂ കൊടുക്കുന്നത്, ഗ്രൂപ്പിൻ്റെതല്ല. അപ്പോൾ മോട്ടിവേഷണൽ തിയറി അവിടെ വർക്ക് ചെയ്യും. പക്ഷെ അത് ജപ്പാനിൽ വർക്ക് ചെയ്യില്ല. കാരണം എന്താ, അവിടെ ടീം വർക്കിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് എവിടെ വർക്ക് ചെയ്യിപ്പിക്കണം തിയറികൾ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് BPCC 112ൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പറഞ്ഞിരുന്നത്. ഞാൻ കുറച്ചധികം ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനിയും പറയാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ക്ലാസ്സിലാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ ക്രാഷ് കോഴ്സാണ്. ഇതൊരു ഫസ്റ്റ് യൂണിറ്റാണ്. അപ്പോൾ എക്സാമിലേക്ക് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഐഡിയകളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇഗ്നോയോട് സംബന്ധിച്ച് നിങ്ങൾക്ക്
എന്തെങ്കിലും ഡൗട്ടോ ക്രാഷ് കോഴ്സോ നോട്ട്സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അസൈൻമെൻറ്റുകളോ എന്ത് തന്നെ വേണമെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സെൽഫ് എഡ്യു ഹബിൻ്റെ ഭാഗത്ത് നിന്നും എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ക്രാഷ് കോഴ്സുകളോ മെയിൻ കോഴ്സുകളൊക്കെ കിട്ടണമെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിന്തൻ സ്പെഷ്യൽ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.